VT മലയാളത്തിലേക്ക് സ്വാഗതം. അധിക നിക്ഷേപകരും പുറമെ സമ്മതിക്കില്ലെങ്കിലും ചുരുങ്ങിയ കാലയളവിൽ വൻ സാമ്പത്തിക നേട്ടം കൊയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓഹരി വിപണിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വിപണിയുടെ ഗതി എന്തുതന്നെയായാലും നിക്ഷേപം പല മടങ്ങ് വർദ്ധിപ്പിക്കുന്ന മൾട്ടി ബാഗർ ഓഹരികൾക്കായുള്ള തിരച്ചിലായിരിക്കും എല്ലാവരും. എന്നാൽ ഇത്തരം ഓഹരികൾ കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമല്ല. കാരണം ഒരു മേഖലയിൽ സംഭവിക്കുന്ന വലിയ പരിവർത്തനങ്ങളോ വിപണിയെ മാറ്റിമറിക്കുന്ന പുതിയ ഉൽപ്പന്നങ്ങളുടെ വരവോ അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഇന്ത്യക്കുള്ള പ്രത്യേക മുൻതൂക്കമോ പോലുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ മാത്രമേ ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള ഓഹരികളെ തിരിച്ചറിയാൻ സാധിക്കൂ. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ IT, ഫാർമ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ ചില പ്രത്യേക മേഖലകൾ മാത്രമാണ് ഇത്തരത്തിൽ നിക്ഷേപകരെ സമ്പന്നരാക്കിയിട്ടുള്ളതെങ്കിലും നിലവിൽ ദശാബ്ദങ്ങളായി ഒരേ രീതിയിൽ തുടർന്നിരുന്ന ഓട്ടോമൊബൈൽ മേഖല വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഓട്ടോമൊബൈൽ മേഖലയിൽ ടാറ്റ മോട്ടോഴ്സ്, TVS, ഹീറോ മോട്ടോകോപ്പ് തുടങ്ങിയ വലിയ കമ്പനികൾ വിപണിയിൽ ഇതിനകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ വാഹന വ്യവസായത്തിന്റെ യഥാർത്ഥ നട്ടെല്ല് ഓട്ടോ അനുബന്ധ കമ്പനികളാണ്, അഥവാ ഓട്ടോ ആൻസിലറി കമ്പനികൾ. ഉപഭോക്താക്കൾ നേരിട്ട് കാണുന്ന ബ്രാൻഡുകൾ അല്ലാത്തതിനാൽ പലപ്പോഴും ഇവ നിക്ഷേപകരുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. ഓട്ടോ ആൻസിലറി കമ്പനികൾക്ക് എത്രത്തോളം സാധ്യതകൾ ഉണ്ട് എന്നത് നമ്മൾ ശ്രദ്ധിക്കാറുമില്ല. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ 21,620% എന്ന അമ്പരിപ്പിക്കുന്ന ലാഭം നിക്ഷേപകർക്ക് നൽകിയ ഒരു കമ്പനി ഈ മേഖലയിലുണ്ട്. ഡൽഹിയിൽ ലോക്കുകളും സ്വിച്ചുകളും നിർമ്മിക്കുന്ന ഒരു ചെറിയ സ്ഥാപനമായി പ്രവർത്തനം ആരംഭിച്ച ഇവർ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ബജാജ് ഓട്ടോയെ പോലെയുള്ള പ്രമുഖ കമ്പനികളെ തങ്ങളുടെ ഉപഭോക്താക്കളാക്കി മാറ്റിക്കൊണ്ടാണ് വളർച്ചയുടെ പാതയിലേക്ക് കടന്നത്. സാധനങ്ങൾക്ക് വലിയ ക്ഷാമം നേരിട്ടിരുന്നിട്ടും ഒരു സ്കൂട്ടർ അലോട്ട്മെന്റ് ലഭിക്കുന്നത് ലോട്ടറി അടിച്ചതിന് തുല്യമായി കരുതിയിരുന്ന 1960കളിൽ തന്നെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്ഥാപകന്റെ ദീർഘവീക്ഷണമുള്ള ചിന്താഗതിയുടെ അടയാളമാണ്. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഇത്തരം കാഴ്ചപ്പാടുകളും ഗുണനിലവാരവും ഒരു ബിസിനസ് വളരാനും അതിന്റെ ഓഹരി ഒരു മൾട്ടി ബാഗറായി മാറാനും അത്യാവശ്യമായ ഘടകങ്ങളാണ്. പ്രത്യേകിച്ചും മറ്റൊരു കമ്പനിയുടെ അന്തിമ ഉൽപ്പന്നത്തിനായി ഭാഗങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ഒരു ഫീഡ് ആൻഡ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് അതീവ പ്രധാനമാണ്. ഈ പ്രത്യേകതകളെല്ലാം ഒത്തുചേർന്ന യൂനോ മിൻഡ എന്ന കമ്പനിയെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. വാഹന നിർമ്മാതാക്കൾക്കായി നൂതനമായ ഓട്ടോമൊബൈൽ ഘടകങ്ങളും സംവിധാനങ്ങളും നിർമ്മിച്ചു നൽകുന്ന ലോകത്തെ മുൻനിര കമ്പനികളിലൊന്നാണ് യൂനോ മിൻഡ. പാസഞ്ചർ കാറുകൾ, കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ, ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾ എന്നിങ്ങനെ എല്ലാ വിഭാഗങ്ങളിലുമായി 28ലധികം വ്യത്യസ്ത വിഭാഗം ഉൽപ്പന്നങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. പരമ്പരാഗത ഇന്ധന വാഹനങ്ങൾക്കും ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾക്കും ആവശ്യമായ ഉൽപ്പന്നങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓട്ടോമോട്ടീവ് സ്വിച്ചിംഗ് സിസ്റ്റം, ലൈറ്റിംഗ്, അക്കൗസ്റ്റിക്, സീറ്റിംഗ് സിസ്റ്റംസ്, അലോയ് വീലുകൾ എന്നിവയുടെ നിർമ്മാണത്തിലാണ് കമ്പനി പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഉൽപ്പന്ന വിഭാഗങ്ങളിലും വ്യക്തമായ ആധിപത്യം കമ്പനിക്കുണ്ട്. സാങ്കേതിക വിദ്യയും പുതുമകളും ചേർത്തുകൊണ്ട് കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി വാഹന വ്യവസായത്തിലെ പുതിയ ട്രെൻഡുകൾക്കൊപ്പം മുന്നേറാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് ഒരു ആഗോള കമ്പനി എന്ന നിലയിൽ ഇന്ത്യ, ഇന്തോനേഷ്യ, വിയറ്റ്നാം, ജർമ്മനി, സ്പെയിൻ, മെക്സിക്കോ എന്നിവിടങ്ങളിലായി 78 നിർമ്മാണ പ്ലാന്റുകളുണ്ട്. വിപണിയിൽ ഏകദേശം 65,399 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മികച്ച മിഡ് ക്യാപ് കമ്പനിയാണിത്. നിലവിൽ 1,100 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഈ ഓഹരിയുടെ PE റേഷ്യോ 56.5 ടൈംസ് ആണ്. ഇത് ഇൻഡസ്ട്രി PEയേക്കാൾ കൂടുതലായതിനാൽ ഓഹരി അല്പം പ്രീമിയം വിലയിൽ തന്നെയാണ് വ്യാപാരം ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 21.9% സെയിൽസ് ഗ്രോത്തും 40.7% പ്രോഫിറ്റ് ഗ്രോത്തും കൈവരിച്ച കമ്പനിക്ക് 18.8% ROCയും 17.5% ROEയും ഉണ്ട്. ഇത് മികച്ച പ്രവർത്തനക്ഷമതയെ സൂചിപ്പിക്കുന്നു. കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.46 എന്ന സുരക്ഷിതമായ നിലയിലാണെന്നതും 68.4% പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഉണ്ടെന്നതും നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളാണ്. കൂടാതെ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 30.1% റിട്ടേൺ നൽകിയ ഓഹരിയുടെ ബുക്ക് വാല്യൂ 108 രൂപയും ഡിവിഡൻഡ് ഈൽഡ് 0.2%മാണ്. യൂനോ മിൻഡയുടെ 2022 സാമ്പത്തിക വർഷം മുതൽ 2025 ഡിസംബർ വരെയുള്ള ക്വാർട്ടർലി റിസൾട്ട്സ് നോക്കാം. കമ്പനി സ്ഥിരതയാർന്ന വളർച്ചയാണ് ഈ വർഷങ്ങളിൽ പ്രകടമാക്കിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. കമ്പനിയുടെ വിൽപ്പന 2022 ഡിസംബറിൽ 2,915 കോടി രൂപയിൽ നിന്നും ഘട്ടം ഘട്ടമായി ഉയർന്ന് 2025 ഡിസംബറിൽ 5,018 കോടി രൂപയിൽ എത്തി നിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം പ്രവർത്തന ലാഭം 338 കോടിയിൽ നിന്നും 554 കോടി രൂപയെ വർദ്ധിച്ചിട്ടുണ്ട്. പ്രവർത്തന ലാഭത്തിന്റെ ശതമാനം അഥവാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 11% മുതൽ 12% എന്ന പരിധിയിൽ നിലനിർത്താൻ കമ്പനിക്ക് സാധിക്കുന്നുമുണ്ട്. നികുതിക്ക് ശേഷമുള്ള അറ്റാദായം നോക്കുകയാണെങ്കിൽ 2022 174 കോടി രൂപയിൽ നിന്നും 2025 ഡിസംബറിൽ 300 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ EPS 2.83 രൂപയിൽ നിന്നും 4.79 രൂപയിലേക്കും മെച്ചപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ കഴിഞ്ഞ 3 വർഷമായി കമ്പനിയുടെ വരുമാനത്തിലും ലാഭത്തിലും ആരോഗ്യകരമായ മുന്നേറ്റം പ്രകടമാണ്.
പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറയുന്നത് നോക്കാം. ഇവിടെയും അമ്പരപ്പിക്കുന്ന വളർച്ചയാണ് ദൃശ്യമാകുന്നത്. 2014 വെറും 1706 കോടി രൂപയായിരുന്ന സെയിൽസ് 10 വർഷത്തിന് ശേഷം 2024 14,031 കോടി രൂപയായും നിലവിൽ അതായത് TTM നോക്കിയാൽ 18,850 കോടി രൂപയായും കുതിച്ചുയർന്നിട്ടുണ്ട്. ഇതേ കാലയളവിൽ പ്രവർത്തന ലാഭം 78 കോടി രൂപയിൽ നിന്നും 2,175 കോടി രൂപയ്ക്ക് മുകളിലായി വർദ്ധിച്ചതും കമ്പനിയുടെ മികച്ച ബിസിനസ് വളർച്ചയെ സൂചിപ്പിക്കുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 2014 5% നിന്നും 12% ഉയർത്താൻ കഴിഞ്ഞത് കമ്പനിയുടെ ലാഭക്ഷമത വർദ്ധിച്ചതിന്റെ തെളിവാണ്. നികുതിക്ക് ശേഷമുള്ള ലാഭം 2014 6 കോടി രൂപയിൽ നിന്നും നിലവിൽ 1,222 കോടി രൂപയായി മാറിയതും വലിയൊരു നേട്ടമാണ്. ഇതിനനുസൃതമായി EPS 0.15 രൂപയിൽ നിന്നും 19.76 രൂപയിലേക്ക് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ വിൽപ്പനയിലും ലാഭത്തിലും വൻ കുതിച്ചുചാട്ടം നടത്തിയ കമ്പനിയാണ് യൂനോ മിന്റ. അതായത് യൂനോ മിന്റയുടെ ദീർഘകാല അടിസ്ഥാനത്തിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ എല്ലാ സാമ്പത്തിക മാനദണ്ഡങ്ങളിലും കമ്പനി മികച്ച വളർച്ചാ നിരക്ക് നിലനിർത്തുന്നതായി കാണാം. കഴിഞ്ഞ 10 വർഷത്തെ വിൽപ്പന വളർച്ച 22%, ലാഭത്തിലെ വളർച്ച 33%. ഏറ്റവും ശ്രദ്ധേയമായത് കഴിഞ്ഞ 10 വർഷത്തെ ഓഹരി വിലയിൽ ഉണ്ടായിട്ടുള്ള വർധനവാണ്. 42% എന്ന നിരക്കിൽ നിക്ഷേപകരുടെ സമ്പത്ത് വളർത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ കണക്കുകൾ നോക്കിയാൽ വിൽപ്പന വളർച്ച 26%, ലാഭ വളർച്ച 39% ഉയർന്നു നിൽക്കുന്നു. കൂടാതെ ഇക്വിറ്റിയിലുള്ള ആദായം അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി കഴിഞ്ഞ ഒരു ദശാബ്ദമായി 16% മുതൽ 18% വരെ ആരോഗ്യകരമായ നിലയിൽ തുടരുന്നത് കമ്പനിയുടെ മൂലധന വിനിയോഗത്തിലെ മികവിനെയാണ് സൂചിപ്പിക്കുന്നത്. യൂനോ മിന്റയുടെ ബാലൻസ് ഷീറ്റ് പരിശോധിച്ചാൽ കമ്പനി അതിന്റെ ആസ്തികളിലും കരുതൽ ധനത്തിലും വലിയ വളർച്ച കൈവരിച്ചതായി കാണാം. 2014 മാർച്ചിൽ വരും 292 കോടി രൂപയായിരുന്ന റിസർവ് 2025 സെപ്റ്റംബർ ആയപ്പോഴേക്കും 6,113 കോടി രൂപയായി 10 മടങ്ങ് വർദ്ധിച്ചു. ഇതേ കാലയളവിൽ കമ്പനിയുടെ ആകെ ആസ്തി 981 കോടി രൂപയിൽ നിന്നും 12,768 കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഫിക്സഡ് അസറ്റുകളുടെ കാര്യത്തിലും ശ്രദ്ധേയമായ വർധനവുണ്ട്. 2014 401 കോടി രൂപയിൽ നിന്നും 5,404 കോടി രൂപയിലേക്കാണ് ഇത് വളർന്നത്. ഇത് കമ്പനിയുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനായി നടത്തുന്ന വലിയ നിക്ഷേപങ്ങളെ സൂചിപ്പിക്കുന്നു. കടബാധ്യതകൾ 2,852 കോടി രൂപയാണെങ്കിലും കമ്പനിയുടെ പക്കലുള്ള കരുതൽ ധനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് നിയന്ത്രണ വിധേയമാണ്. ചുരുക്കത്തിൽ ശക്തമായ അടിത്തറയുള്ളതും ഓരോ വർഷവും ആസ്തികൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ബിസിനസ് വിപുലീകരിക്കുന്നതുമായ ഒരു സാമ്പത്തിക ചിത്രമാണ് ബാലൻസ് ഷീറ്റ് നൽകുന്നത്. യൂനോ മിന്റയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കൂടെ നോക്കാം. കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണമൊഴുക്ക് അഥവാ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി വളരെ ശക്തമാണെന്ന് കാണാം. 2014 മാർച്ചിൽ വെറും 42 കോടി രൂപയായിരുന്ന ഈ തുക 2025 മാർച്ചിൽ 1,071 കോടി രൂപയായി കുതിച്ചുയർന്നിട്ടുണ്ട്. അതേസമയം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നുമുള്ള പണം വലിയ നെഗറ്റീവ് സംഖ്യകൾ കാണുന്നുണ്ട്. കമ്പനി തുടർച്ചയായി പുതിയ പ്ലാന്റുകൾക്കും ബിസിനസ് വിപുലീകരണത്തിനുമായി വലിയ തുക നിക്ഷേപിക്കുന്നു എന്നതിന് തെളിവാണിത്. ഫ്രീ ക്യാഷ് ഫ്ലോ ചില വർഷങ്ങളിൽ നെഗറ്റീവ് ആകുന്നത് ഇത്തരത്തിലുള്ള ഭാവിയിലേക്കുള്ള വൻ നിക്ഷേപങ്ങൾ കാരണമാണ്. എന്നിരുന്നാലും ഒരു ബിസിനസിന്റെ ഗുണനിലവാരം അളക്കുന്ന CFO/OP അനുപാതം മിക്കവാറും വർഷങ്ങളിൽ മികച്ച നിലയിൽ തുടരുന്നുണ്ട്. കമ്പനിയുടെ ലാഭം കൃത്യമായി പണമായി മാറുന്നുണ്ടെന്ന് ഇത് ഉറപ്പാക്കുന്നു. ചുരുക്കത്തിൽ പ്രവർത്തനങ്ങളിൽ നിന്ന് മികച്ച രീതിയും പണം കണ്ടെത്തുകയും അത് ബിസിനസിന്റെ വളർച്ചയ്ക്കായി വീണ്ടും നിക്ഷേപിക്കുകയും ചെയ്യുന്ന ആരോഗ്യകരമായ രീതിയാണ് കമ്പനി പിന്തുടരുന്നത്. യൂനോ മിന്റയുടെ പ്രവർത്തനക്ഷമതയെ വ്യക്തമാക്കുന്ന റേഷ്യോകൾ പരിശോധിച്ചാൽ കമ്പനിയുടെ പ്രവർത്തന മൂലധനം എത്രത്തോളം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. കടം കൊടുത്ത സാധനങ്ങളുടെ പണം തിരികെ ലഭിക്കാനെടുക്കുന്ന ഡെപ്റ്റർ ഡേയ്സ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി 54 to 56 ദിവസങ്ങളിൽ തന്നെ സ്ഥിരമായി നിൽക്കുന്നത് ശ്രദ്ധേയമാണ്. ഇൻവെന്ററി കൈകാര്യം ചെയ്യുന്ന കാലാവധി ഇൻവെന്ററി ഡേയ്സ് 2025 മാർച്ചിൽ 58 ദിവസമായി കുറഞ്ഞത് കമ്പനിയുടെ കാര്യക്ഷമത വർദ്ധിച്ചതിനെ സൂചിപ്പിക്കുന്നു. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഏകദേശം 39 ദിവസമാണ്. ഇതിനെല്ലാം ഉപരിയായി കമ്പനിയുടെ മൂലധനത്തിൽ നേരുന്ന ആദായം 2014 6% നിന്നും 19 to 20% ഉയർന്നത് നിക്ഷേപകർക്ക് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ബിസിനസ് വിപുലീകരണത്തിനിടയിലും ലാഭക്ഷമതയും പ്രവർത്തനക്ഷമതയും ഒരുപോലെ നിലനിർത്താൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഈ കണക്കുകൾ അടിവരയിടുന്നു. ഓട്ടോ ആൻസിലറി മേഖലയിലെ വെറും ഒരു കമ്പനിയല്ല യൂനോ മിന്റ. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി ഈ രംഗത്ത് പുലർത്തുന്ന ഗുണനിലവാരവും മാറുന്ന സാങ്കേതിക വിദ്യകളോട് പ്രത്യേകിച്ച് EV മേഖലയിലേക്ക് വേഗത്തിൽ പൊരുത്തപ്പെടാനുള്ള കഴിവും ഈ കമ്പനിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ വിപണിയിൽ വലിയ ബ്രാൻഡുകളെ മാത്രം ശ്രദ്ധിക്കാതെ അവയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന യൂനോ മിന്റയെ പോലുള്ള ഫീഡർ കമ്പനികളെ തിരിച്ചറിയുന്നത് വലിയ നേട്ടങ്ങൾക്ക് വഴി തുറക്കും. നിലവിൽ ഓഹരി വില അല്പം പ്രീമിയം നിലവാരത്തിലാണെങ്കിലും കമ്പനിയുടെ പ്രവർത്തനക്ഷമതയും ഭാവി സാധ്യതകളും പരിഗണിക്കുമ്പോൾ ദീർഘകാല നിക്ഷേപകർക്ക് ഇതെന്നും ശ്രദ്ധേയമായ ഒരു ഓഹരി തന്നെ ആയിരിക്കും.